ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള വാട്ടർ അതോറിറ്റിയിൽ PSC വഴി നിങ്ങൾക്ക് അവസരം വന്നിട്ടുണ്ട്. ഇപ്പോൾ PSCയിൽ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതുപോലെ ഓഗസ്റ്റ് 14 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ PSCയുടെ പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഈ ഒരു കേരള വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ശമ്പളം എത്ര, അതുപോലെ ആർക്കൊക്കെ എന്താണ് യോഗ്യത എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേരള വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ജോലിയാണ്. അതിൽ കാറ്റഗറി നമ്പർ 194/2024 ആണ്. കേരളത്തിൽ മുഴുവൻ ഈ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 നോട്ടിഫിക്കേഷൻ, ജൂലൈ 15 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 2 ഒഴിവുകളിലേക്കാണ് നിലവിൽ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് SC/ST കാറ്റഗറിയിലൊക്കെ പെടുന്നവർക്ക് വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അവർക്ക് വയസ്സ് ഈ ഒരു റേഞ്ചിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി മസ്റ്റാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള PGDCA, കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും PGDCA അല്ലെങ്കിൽ PG ഇൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഒരു ഡിഗ്രി കൂടി ഉണ്ടായിരിക്കണം. ഇതിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഈ ഒരു തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 38,300 രൂപ മുതൽ 9,3400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ് കേട്ടോ ഇത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം ഈ ഒരു യോഗ്യതകളൊക്കെ ഉള്ളവർക്ക്. അതുപോലെ ഇനി അടുത്ത കാര്യം, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ കൂടി പറഞ്ഞു തരാം. നമുക്കറിയാം PSCയുടെ നോർമലായിട്ട് നടക്കുന്നത് പോലെ OMR പരീക്ഷയുണ്ടാകും. അതുപോലെ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാകും. അതുപോലെ സർട്ടിഫിക്കറ്റ്സൊക്കെ വെരിഫിക്കേഷൻ ഉണ്ടാകും. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും, വ്യക്തിഗത ഇൻ്റർവ്യൂ കൂടി ഉണ്ടാകും. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, മറ്റ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.